കേരളത്തെ ഇകഴ്ത്തി പുതിയ വാർത്തകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് മലയാള മാധ്യമങ്ങൾ. നീതി ആയോഗ് റിപ്പോർട്ട് ആധാരമാക്കിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ താറടിച്ചു കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പുതിയ ലക്ഷ്യം. എന്നാൽ മാധ്യമങ്ങൾ തന്നെ തെറ്റായി ഉദ്ധരിക്കുന്ന 2025 ഫെബ്രുവരിയിലെ നീതി ആയോഗ് റിപ്പോർട്ട് പരിശോധിച്ചാൽ കേരളത്തിലെ സർവകലാശാലകളുടെ നിലവാരം വ്യക്തമാവും. സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളിലും ചേരുന്ന വിദ്യാർത്ഥികളുടെ അനുപാതം പരിശോധിച്ചാൽ രാജ്യത്ത് മുൻപന്തിയിലാണ് കേരളത്തിന്റെ സ്ഥാനം. 2021-22 വർഷത്തെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ പരിശോധിച്ചാൽ ദേശീയ ശരാശരി 28.4 ആയിരിക്കെ 41.3 കേരളത്തിന്റെ സ്കോർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ലിംഗസമത്വ സൂചികയിലും രാജ്യത്ത് ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. SC/ST OBC വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും ഉൾക്കൊള്ളലിലുള്ള മികവാണ് ഈ സ്കോർ നേടാൻ കേരളത്തെ പ്രാപ്തമാക്കിയത്. രാജ്യത്തെ മികച്ച 15 സർവകലാശാലകൾ പ്രത്യേകമെടുത്താൽ പട്ടികയിൽ കേരളത്തിന്റെ 3 പൊതു സർവകലാശാലകൾ കാണാൻ സാധിക്കും. കേരള സർവകലാശാല ഈ പട്ടികയിൽ 4ാം റാങ്ക് നേടിയപ്പോൾ കുസാറ്റ്, MG എന്നിവ 10ഉം 11ഉം റാങ്കും കൈവരിച്ചു. 43ാം റാങ്ക് നേടി കാലിക്കറ്റും രാജ്യത്തെ ഏറ്റവും ഉയർന്ന പൊതു സർവകലാശാലകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. NAC അക്രഡിറ്റേഷൻ റാങ്കിംഗ് പ്രകടനത്തിലും NIRF, NB എന്നിവയുടെ ഗുണനിലവാര പരിശോധനയിലും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അഫിലിയേറ്റിംഗ് സർവകലാശാലകളിൽ 5ഉം 4ഉം അക്രഡിറ്റഡ് സർവകലാശാലകളാണ്. അതോടൊപ്പം ബഹുഭൂരിപക്ഷം സർവകലാശാലകളും A+ അല്ലെങ്കിൽ A ഗ്രേഡും നേടിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലകൾ A++ഉം കാലിക്കറ്റ്, കുസാറ്റ് സംസ്കൃത സർവകലാശാലകൾ A+ ഗ്രേഡുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ 292 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് NAC അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. 28 കോളേജുകൾ A++ഉം 49 കോളേജുകൾ A+ഉം 82 കോളേജുകൾക്ക് A എന്നിങ്ങനെയുമാണ് ഗ്രേഡുകൾ സ്വന്തമാക്കിയത്. NIRF റാങ്കിങ്ങിലെ സർവകലാശാലകളുടെ പട്ടികയിൽ രാജ്യത്തെ ആദ്യ 100-ൽ സംസ്ഥാനത്തെ 4 സർവകലാശാലകളും ഇടം നേടി. കേരള, കുസാറ്റ്, MG, കാലിക്കറ്റ് സർവകലാശാലകളാണ് പട്ടികയിൽ ഇടം നേടിയത്. കോളേജുകളുടെ പട്ടികയിൽ രാജ്യത്തെ മികച്ച 100 കോളേജുകളിൽ 16ഉം കേരളത്തിൽ നിന്നാണ്. ആദ്യ 200-ൽ 42 കോളേജുകളും. 2024 നവംബറിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ 63 എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 248 ബിരുദ പ്രോഗ്രാമുകൾക്കും 5 എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 21 ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾക്കും NBA അംഗീകാരം ലഭിച്ചു. സംസ്ഥാനത്തെ ആകെ 11 പോളിടെക്നിക് കോളേജുകളിലെ 38 പ്രോഗ്രാമുകൾക്കും NBA അംഗീകാരമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനങ്ങൾ ചെലവഴിക്കുന്ന തുകയെ അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കുന്ന GSDP പരിശോധിച്ചാൽ കേരളത്തിന്റെ ശതമാനം ദേശീയ ശരാശരിയേക്കാൾ മികവുറ്റതാണെന്നും നീതി ആയോഗ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 4225 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ ബജറ്റ് നിക്ഷേപം. വിദ്യാർത്ഥി അധ്യാപക അനുപാതം നോക്കിയാലും കേരളം മുന്നിലുണ്ട്. സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 2ാമതാണ് കേരളം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിനായി കേരളം ആരംഭിച്ച ലെറ്റ്സ് ഗോ ഡിജിറ്റൽ പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് റിപ്പോർട്ടിൽ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, ലിംഗസമത്വ സൂചിക, വിദ്യാർത്ഥി അധ്യാപക അനുപാതം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള നിക്ഷേപം, ഡിജിറ്റൽ വൽക്കരണം എന്നീ പ്രധാന 5 മാനദണ്ഡങ്ങളിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ മുൻപന്തിയിലാണ് കേരളത്തിന്റെ സ്ഥാനം. ഈ വിവരങ്ങളെല്ലാം നീതി ആയോഗ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടും അതൊന്നും കാണാതെ കേരളത്തെ ഇകഴ്ത്തി വാർത്ത ചെയ്യാനുള്ള തിരക്കിലാണ് മാധ്യമങ്ങൾ.